നമസ്കാരം. ഇത്രയും ഗതികെട്ട ഒരു നാട്ടിൽ ഗതികെട്ട കാലത്ത് ജീവിക്കേണ്ടി വന്നതിൽ ഓരോ മലയാളിയും നാണിച്ചു തലതാഴ്ത്തണം. മുമ്പൊരിക്കലും നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ചില വെളിപ്പെടുത്തലുകളാണ് ഭരണപക്ഷ MLA കൂടിയായ PV അൻവർ നടത്തിയത്. പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ചൂണ്ടിയ അൻവറിന്റെ തോക്കിൽ നിന്നുള്ള തിരകൾ തറച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെയും ADGP MR അജിത് കുമാറിന്റെയും തിരുനെറ്റിയിലാണ്. പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിരാശ തോന്നുന്നത് യാതൊരു ഗുണവുമില്ലാത്ത, ഒരു ആർജവമോ ചങ്കൂറ്റമോ ഇല്ലാത്ത, എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോൾ വെറുമൊരു പ്രസ്താവനയിൽ കടമയൊതുക്കുന്ന നിർഗുണ പരബ്രഹ്മത്തിന്റെ അങ്ങേയറ്റമായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. കേരളത്തിന്റെ ഇന്നത്തെ ഈ അധപതിച്ച അവസ്ഥയുടെ ഒന്നാമത്തെ കാരണക്കാരൻ പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ഒരു ദാസനെ പോലെയാണ് പലപ്പോഴും VD സതീശൻ്റെ നിലപാടുകൾ. പിണറായി വിജയൻ്റെ സർക്കാർ, ഇതിനെ സർക്കാർ എന്ന് വിളിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അവഹേളിക്കുന്നതാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. എങ്കിലും നിർഭാഗ്യം കൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തതായതുകൊണ്ട് തൽക്കാലം സർക്കാർ എന്ന് വിളിക്കാം. പിണറായി വിജയൻ നയിക്കുന്ന കൊള്ളസംഘം എന്ന വിശേഷണമായിരിക്കും ഏറ്റവും ഉചിതം. കാരണം കൂടി പറയാം, കഴിഞ്ഞ 8 കൊല്ലങ്ങൾ കൊണ്ട് കേരളത്തെ ഈ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത കടക്കെണിയിലാക്കി. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി അടിക്കടി കുടുംബത്തോടൊപ്പം വിദേശ സർക്കിട്ടുകളും അമേരിക്കൻ ചികിത്സയും നടത്തി സുഖലോലുപതയിൽ ആറാടി. പിന്നെ മാസപ്പടിയും സ്വർണ്ണക്കടത്തും പോലെയുള്ള ആരോപണങ്ങളും മറ്റു ധൂർത്തുകളും. യാതൊരു ഗുണവുമില്ലാത്ത വാടക ഹെലികോപ്റ്റർ, ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരണം, ലിഫ്റ്റ് പിടിപ്പിക്കൽ, പശുത്തൊഴുത്ത് നിർമ്മാണം, ചാണകക്കുഴി നിർമ്മാണം, നവകേരള സർക്കിട്ടും ഭൂതം കാഷ്ടിച്ച ബസ്സും, വർദ്ധിപ്പിച്ച വീട്ടുകരവും ഭൂനികുതിയും വൈദ്യുതി ചാർജും വെള്ളക്കരവും, പലവിധ സർക്കാർ സേവനങ്ങളും. റോഡിലിറങ്ങുന്നവനെ ഓടിച്ചിട്ട് പിടിച്ചു പറിക്കുന്ന പിഴ കൂടാതെ AI ക്യാമറ വെച്ചും പിടിച്ചു പറിക്കുന്നു. AI ക്യാമറ സ്ഥാപിച്ചതിലുള്ള അഴിമതി വേറെ. പ്രളയത്തിൻ്റെയും മറ്റു മഹാമാരികളുടെയും പേരിൽ ജനങ്ങളോട് യാചിച്ചു വാങ്ങുന്ന പണം വകമാറ്റി ചെലവഴിച്ചിട്ട് ദുരന്തങ്ങളിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് അതുപോലും നൽകുന്നില്ല പിണറായി വിജയന്റെ ഈ കൊള്ളസംഘം. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നവരെ തല്ലിയൊതുക്കിയും കള്ളക്കേസുകളെടുത്തും നിശബ്ദരാക്കുന്നു. കൊല്ലിച്ചിട്ടുണ്ടെന്നും കള്ളക്കടത്ത് അധോലോക സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ആരോപിക്കുന്ന ADGPയെ യാതൊരു എളുപ്പമില്ലാതെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു പിണറായി വിജയൻ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എങ്ങനെയാണ് ഒരു ഭരണകൂടം എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഇങ്ങനെയാണോ ഒരു ഭരണകൂടം പൊതുജനങ്ങളോട് പെരുമാറേണ്ടത്? പക്ഷേ ഇവിടെ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഈ കാണുന്നതിനെല്ലാം, ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്ന അഴിമതികൾക്കും ധൂർത്തുകൾക്കുമൊക്കെ കുടപിടിക്കുന്ന പ്രതിപക്ഷ നേതാവില്ലേ VD സതീശൻ, അയാളെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? എന്താണ് ഒരു പ്രതിപക്ഷത്തിന്റെ ചുമതല? എന്തിനാണ് ഒരു പ്രതിപക്ഷം? ഭരണപക്ഷം കാണിക്കുന്ന കൊള്ളരുതായ്മകളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും അതിനു തടയിടാനും വേണ്ടിയല്ലേ പ്രതിപക്ഷം? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചാടി എഴുന്നേറ്റ് മുഖ്യമന്ത്രി രാജിവെക്കണം, ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്ന 2 വാചകങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നതാണോ പ്രതിപക്ഷത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും കടമ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു പ്രതിപക്ഷ നേതാവിനെയും അയാളുടെ ശിങ്കിടികളെയും പൊതുഖജനാവിലെ പണമെടുത്ത് തീറ്റിപ്പോറ്റുന്നത്? നിസ്സാരമായി തള്ളിക്കളയാവുന്ന ചെറിയൊരു ആരോപണമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുടെ തലവനെതിരെയും ഉയർത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഒരു പ്രതിപക്ഷ MLAയുമല്ല ആരോപണം ഉയർത്തിയത്, ഭരണപക്ഷ MLAയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുടെ തലവൻ പലരെയും കൊല്ലിച്ചിട്ടുണ്ട്. അധോലോകവുമായും സ്വർണ്ണക്കടത്ത് സംഘവുമായും ബന്ധമുണ്ട്. അയാൾ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണ്. അൻവറിന്റെ ഈ ആരോപണങ്ങളൊക്കെ എങ്ങനെയാണ് നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്? ഇപ്പോൾ പ്രതിപക്ഷത്ത് LDF ആയിരുന്നെങ്കിലോ കേരളം ബാക്കിയുണ്ടാകുമോ? ഒരൊറ്റ UDF നേതാക്കന്മാരെ റോഡിൽ ഇറങ്ങി നടക്കാൻ CPM DYFI പ്രവർത്തകർ സമ്മതിക്കുമായിരുന്നോ? ഇല്ല. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷമാണ് ഏതൊരു നാട്ടിലും വേണ്ടത്. ആ പ്രതിപക്ഷത്തെ നയിക്കാൻ സഖാവ് VS അച്യുതാനന്ദനെയോ പിണറായി വിജയനെയോ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കളും ഉണ്ടായിരിക്കണം. അല്ലാതെ സതീശനെ പോലെ വെറും പഴം വിഴുങ്ങികളാകരുത്. സത്യത്തിൽ ഇയാൾ ഈ നാടിനോടും ഈ നാട്ടിലെ ജനങ്ങളോടും ഇയാളെ ജയിപ്പിച്ച് വിട്ട വോട്ടർമാരോടും ചെയ്യുന്നത് കടുത്ത അനീതിയാണ്, കടുത്ത അനീതി. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. രമേശ് ചെന്നിത്തലയെ പുറത്താക്കി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് കയറിയിരിക്കാൻ എന്തൊരാവേശമായിരുന്നു സതീശന്. എന്തെങ്കിലും ഈ സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം എന്തെങ്കിലും ഒരു മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കാനോ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിനോ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സർക്കാരിനെതിരെ എത്രയോ തവണ കോടതിയെ സമീപിച്ചു. സർക്കാരിൻ്റെ ജനദ്രോഹപരമായ എത്രയോ നടപടികളെ എതിർത്തു. സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു കേസിൽ VD സതീശൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? എന്തിന് ശക്തമായ ഒരു പ്രതിഷേധമെങ്കിലും സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ടോ?
ഇല്ല. രമേശ് ചെന്നിത്തലയായിരുന്നു ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഇത്രയധികം അധപതിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ പിണറായി സർക്കാർ തന്നെ എപ്പോഴേ താഴെ വീണിട്ടുണ്ടായിരിക്കണം. കെ സുധാകരനെ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ പ്രധാന കാരണക്കാരൻ വി ഡി സതീശൻ എന്ന ഈ നിർഗുണ പരബ്രഹ്മമായ പ്രതിപക്ഷ നേതാവാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന ഭരണപക്ഷ MLA തന്നെ ആരോപിച്ച MR അജിത് കുമാർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ പിണറായി വിജയനോ മറ്റാരെങ്കിലുമോ അല്ല, അത് വി ഡി സതീശൻ എന്ന കാൽക്കാശിൻ്റെ വിലയില്ലാത്ത പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഇനി കോൺഗ്രസുകാർ തീരുമാനിക്കട്ടെ, അടുത്ത തവണയും ഇങ്ങനെ പിണറായി പോലീസിൻ്റെയും DYFI ഗുണ്ടകളുടെയും തല്ലുകൊണ്ട് മെഴുകണോ, അതോ ഈ വി ഡി സതീശനെ തൂക്കിയെടുത്ത പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് താഴെയിടണോ എന്ന്.